ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു ജസ്റ്റ് ബിഫോർ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ വിളിച്ചു. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നുള്ള മെറ്റഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈക്രോ സർവീസസ് .io കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോ ഞാൻ ആസ്ക്ഡ് ഹിം ടു എക്സ്പ്ലെയിൻ. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് വിസിബിൾ യൂണിവേഴ്സില് 4% 5% നമുക്ക് കാണാൻ പറ്റും. ഒരു 27% ഡാർക്ക് മാറ്ററും 65% മറ്റേ എന്താ പറയാ ഈ തിരിച്ചോ മാറ്റർ ആണോ ഇതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടേക്കുള്ളത്. അതായത് ഈ എന്താ പറയാ ഓക്കെ, അപ്പോ ഈ ഇതിനെ കുറിച്ച് എന്താ പറയാ ഇതാണ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത്. അതായത് 67% എന്താ പറയാ ഡാർക്ക് എന്താ പറയാ എനർജി, എന്താ പറയാ ഈ 27% 67 5% 6% കണ്ടാണ് വിസിബിൾ യൂണിവേഴ്സ് ഉള്ളത്. അപ്പോ അത് ഒന്ന് പറയുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഈ ഡാർക്ക് എനർജിയെ കുറിച്ച് അധികം വലിയ ഐഡിയ ഒന്നും ആൾക്കാർക്ക് ഇപ്പോഴും ഇല്ല. അപ്പോ എന്താ പറയാ എന്ന സ്ഥാനത്ത് ഡാർക്ക് മാറ്റർ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാണ്. അപ്പോ ഒന്ന് ഡാർക്ക് എനർജി എന്നുള്ളത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ മെഷറാണ്. അതായത് മറ്റേ ഡാർക്ക് എനർജി എന്നുള്ളത് ഡാർക്ക് മാറ്റർ എന്നുള്ളത് എന്താ പറയാ ഈ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാരണം അതിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നു. ഒന്ന് ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെയാണ് ഡാർക്ക് എനർജി സിഗ്നിഫൈ ചെയ്യുന്നത്. ഈ എക്സ്പാൻഡ് ചെയ്ത യൂണിവേഴ്സിന് ഈ എന്താ പറയാ ഗ്രാവിറ്റിയുടെ എഫക്റ്റില് ഈ ഈക്വിലിബ്രിയത്തിൽ നിലനിർത്തുന്ന ഫോഴ്സാണ് ഡാർക്ക് മാറ്റർ. അപ്പോ എനിക്ക് അതിനെ കുറിച്ച് ഒന്ന് ക്വിക്ക് ആയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് ഞാൻ മൈക്രോ സർവീസസ് .io പോയപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാർക്ക് മാറ്റർ എന്നുള്ളത് നമുക്ക് എന്താ കാര്യം ഈ നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് എടുത്താണ്. അതായത് ഒന്ന് ടീമിന്റെ സ്കില്ല് കുറവാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു വേരിയന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോ അറിയില്ല ദോസ് ഓഫ് യു ഹു ആർ വെൽ അവെയർ അബൌട്ട് മൈക്രോ സർവീസസ്, മറ്റേ എന്താ പറയാ കോൺവേസ് ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കോൺവേസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാല് സോഫ്റ്റ്വെയർ ഈസ് ഡീകമ്പോസ്ഡ് നോട്ട് ബേസ്ഡ് ഓൺ ഡൊമൈൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ കോൺവേസ് ലോ പല കോൺവേകളുണ്ട്. അതില് എന്താ പറയാ ഈ ജോൺ കോൺവേ ആണ് ഇതുണ്ടാക്കിയത്, മറ്റേ ഗെയിം ഓഫ് ലൈഫ് ഉണ്ടാക്കിയത്. ഇത് മെൽവിൻ കോൺവേ എന്ന് കണ്ട ഒരാളാണ്. പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇഫ് there are 5 divisions in a compiler, in a company, and a compiler produced by that company will be having 5, and if it is a COBOL compiler it will be 6. One will be forced to become a manager എന്നാണ് മറ്റേ എറിക് എസ് റൈമണ്ട് പുള്ളിയുടെ ആർട്ട് ഓഫ് മറ്റേ എന്താ പറയാ ആർട്ട് ഓഫ് തിങ്കിങ് യൂണിക്സ് പ്രോഗ്രാമിംഗ് അല്ല, മറ്റേ അതായത് ഹാക്കേഴ്സ് ഡിക്ഷണറിയിൽ എഴുതിയേക്കുന്നത്. അപ്പോ ഈ മൈക്രോ സർവീസസ് പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് കോൺവേസ് ലോ ആണ്. ഇപ്പൊ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിസൈഡ്സ് ദി സോഫ്റ്റ്വെയർ ഡീകമ്പോസിഷൻ, നോട്ട് ദി ഡൊമൈൻ. അപ്പൊ ഡൊമൈൻ ഡ്രിവൻ ഡിസൈൻ കമ്മ്യൂണിറ്റി പിഗ്ഗി ബാക്ക് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ. പക്ഷേ ഒരു ഡീകമ്പോസിഷൻ സൈറ്റ് സ്പെസിഫിക് ആണ്. അതിന് ടീം സ്കിൽ സെറ്റ് ഒരു പ്രശ്നമാണ്, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ പ്രശ്നമാണ്, എനിക്ക് എത്ര ലെഗസി സിസ്റ്റം അതിലുണ്ട്, പിന്നെ അതേമാതിരി എന്താ പറയാ ടൈമും ബജറ്റൊക്കെ എന്തോരം ഉണ്ട്. അപ്പോ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഡാർക്ക് മാറ്റർ ആയിട്ട് ബന്ധപ്പെടുത്തി. ഓക്കെ, അപ്പൊ എന്ന സ്ഥാനത്ത് ഡാർക്ക് എനർജി എന്ന് ഉദ്ദേശിച്ചത് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈക്രോ സർവീസസ് ഉപയോഗിക്കുന്ന റെസിലിയൻസ് ഉണ്ടാവും, ബിസിനസ്സിലെ അജിലിറ്റി കൂടും, പിന്നെ ഫാസ്റ്റർ ടൈം ടു മാർക്കറ്റ് ഉണ്ടാവും. അതായത്
which are the positive sides of the expansive side of the microservices. അപ്പോൾ ഇത് തമ്മിലൊരു ടെൻഷൻ ഉണ്ട്. ആസ് മച്ച് ആസ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് യൂണിവേഴ്സിനൊരു സ്റ്റെബിലിറ്റി തന്നെ ഉണ്ടായി. ഈ ഒരു മൈക്രോ സർവീസസിന്റെ കേസിൽ ഈ ടെൻഷൻ ഉണ്ട്. അതായത് there are things which pulls you back and there are things which helps you to expand. അതായത് ക്രോസ് കട്ടിങ് കൺസേൺസും, അതായത് സ്കേലബിലിറ്റി, ടൈം ടു മാർക്കറ്റ്, പിന്നെ എന്തായിരുന്നു പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി, അങ്ങനെയാണ് കുറെ ഫാക്ടേഴ്സ് നമുക്കതിനെ ഇത് ചെയ്യും. അപ്പോ അങ്ങനെ ഒരു ഇതിലാണ് അത് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഡിസ്കഷൻ ഓക്കെ, ഇപ്പൊ ഏകദേശം എനിക്ക് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോ ഈ എന്റെ പാസ്റ്റ് നോളജ് ഓഫ് ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ അദ്ദേഹത്തിന്റെ ഇതും കൂടി വന്നപ്പോ എനിക്ക് ഏകദേശം ഒരു പെർട്ടിക്കുലർ വ്യൂ അതിനെ കുറിച്ച് കിട്ടി. അപ്പോ ഡിസ്കഷൻ നാച്ചുറലി മറ്റേ ഡ്രിഫ്റ്റഡ് ടു കോൺവേസ് ലോ. കോൺവേസ് ലോയില് ഇപ്പൊ പണ്ട് കാണുന്ന ഒരു പൊളിറ്റിക്കൽ പ്രശ്നത്തെ കുറിച്ച് ഇപ്പോ എൻ്റെ ഒരു സുഹൃത്തും മറ്റേ ഈ IBS എന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് UST ജോയിൻ ചെയ്ത റോളിൽ അപ്പൊ എൻ്റെ സുഹൃത്തിനൊരു ചെറിയ എക്സ്പീരിയൻസ് കുറവുള്ള ആളാണ്. 4-5 എക്സ്പീരിയൻസ് ഉണ്ട്, മറ്റേ ഒരു ഡെക്കേഡ് എക്സ്പീരിയൻസ് ഉണ്ട്, RECയിലൊക്കെ പഠിച്ച ആളാണ്. പുള്ളി വന്നിട്ട് മൈക്രോ സർവീസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ കമ്പൈലർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ കമ്പൈലറിനെ പറ്റിച്ചപ്പോ ഇങ്ങനെ മൈക്രോ സർവീസസ് സൈറ്റ് സ്പെസിഫിക് ആണ്, അതിലെന്തായിരിക്കും ചോദിച്ച് അടിയുണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഷുഡ് IT അലൈൻ ടു എന്റർപ്രൈസ് ഓർ എന്റർപ്രൈസ് ഷുഡ് അലൈൻ ടു IT എന്നുള്ള ഡിബേറ്റ് വന്നു. അപ്പോ ഒബ്വിയസ്ലി IT ഹാസ് ടു അലൈൻ വിത്ത് ദി ബിസിനസ്. അപ്പൊ എന്റെ ഒരു ഫ്രെയിം വർക്ക്, അതായത് താങ്ക്സ് ടു ബ്രദർ ഫോക്ക്, പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരം IT ഉണ്ട്. IT ആസ് കോസ്റ്റ് സെന്റർ, IT ആസ് അസറ്റ്, IT ആസ് എനേബിളർ, IT ആസ് ഡ്രൈവർ. അപ്പൊ എന്റെ കണ്ണിൽ നോക്കുമ്പോൾ IT ഡ്രൈവറായുള്ള സ്ഥലത്ത് ടെക്നോളജി ഡൊമൈനനുസരിച്ച് ബിസിനസ് വേണമെങ്കിൽ ഉണ്ടാവും. പക്ഷേ IT എനേബിളർ ആയിട്ടുള്ള സ്ഥലത്തോ അസറ്റ് ആയിട്ടുള്ള സ്ഥലത്തോ മറ്റേ എന്താ പറയുക കോസ്റ്റ് സെന്റർ ആയിട്ടുള്ള സ്ഥലത്തോ അങ്ങനെ ഒരു സാധനം, അതായത് ബിസിനസ് വിൽ ഡ്രൈവ് ദി IT. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ വിച്ച് സ്റ്റാർട്ടഡ് ബേസ്ഡ് ഓൺ ദി ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ all of a sudden drifted into some physics. ഈ പിന്നെ കുറച്ച് ഗ്രാവിറ്റി, 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ പോയി. അങ്ങനെ ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വി കുഡ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്, അതായത് ഈ എക്സ്പാൻഡിങ് ഫോഴ്സസും പുൾ ബാക്ക് ചെയ്യുന്ന ഫോഴ്സസും തമ്മിലുള്ള ടെൻഷൻ. അപ്പൊ ഒരു എഞ്ചിനീയറിംഗിൽ എപ്പോഴും ഒരു ട്രേഡ് ഓഫ് ഉണ്ട്, സ്പേസ് ടൈം ട്രേഡ് ഓഫ്. ഇനി അതേമാതിരി തന്നെ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് വേണ്ടി നോക്കും, ബയാസ് വേരിയൻസ് ട്രേഡ് ഓഫ് ഉണ്ട് മെഷീൻ ലേണിംഗിൽ. അപ്പൊ എവിടെ ഒരെണ്ണത്തിന് പോകുമ്പോൾ മറ്റേത് സഫർ ചെയ്യും. അപ്പൊ ഇത് തമ്മിലുള്ള ആ ടെൻഷൻ എങ്ങനെ മാനിപ്പുലേറ്റ് ഈ മറ്റേ എന്താ പറയാ ഇത് കൊണ്ടുപോകാന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോ ഒരു പുതിയ കാര്യം പഠിച്ചതിൽ സന്തോഷം തോന്നി. സോ ദാറ്റ് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുന്നുള്ളൂ. സോ I hope as much as people with physics background it will be useful. ഇനിയിപ്പോ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ച് ഫിസിക്സ് പഠിക്കാനൊരു അവസരം കൂടി ക്രിസ് റിച്ചാർഡ്സൺ ഒരുക്കി തന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഈ മൈക്രോ സർവീസസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്താ പറയാ, ഈ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ടോപ്പ് ഡൗൺ പ്ലാനിങ് വേണം. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഈ ഡെവലപ്മെന്റ് സ്റ്റേജിൽ മൈക്രോ സർവീസസ് അത് കമ്പനി അറിയുന്ന പോലും ഉണ്ടാവില്ല. കാരണം ഒരു റിയൽ മൈക്രോ സർവീസസ് റെജീം ഉണ്ടാക്കണമെങ്കിൽ അതിൽ എന്റർപ്രൈസ് വൈസ് പ്ലാനിങ് വേണം. അവിടുത്തെ ബിസിനസ് കേപ്പബിലിറ്റി മാപ്പിംഗ് ആയിട്ട് കണ്ടുപോകുന്നത്, സർവീസസ് എങ്ങനെ മോണോലിത്തിൽ നിന്ന് എങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മൈക്രോ സർവീസസിലൂടെ നീങ്ങാം. ഇനി എവിടെ പൈസ ഇടണം, അതായത് എഡ്ജ് ബേസ് സിസ്റ്റത്തിലാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ചെയ്യുന്നത്. ഇന്റേണൽ സിസ്റ്റംസ് മൈക്രോ സർവീസ് ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. If you take a look at it, established domain and regulated domains on the microservices available അല്ല. കാരണം അവർക്ക് അവരുടേതായ സ്കീമസും XML ക്രൈറ്റീരിയയും പിന്നെ അതേമാതിരി തന്നെ റൂൾസും എല്ലാം ഉപയോഗിക്കും. ഒബാമ കെയറിനനുസരിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൈക്രോ സർവീസസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ഡീകമ്പോസ് ചെയ്യും. അപ്പോ ഓക്കെ, മേ ബി കമ്പനി ലൈക്ക് സ്റ്റാപ്പ് ഓറാക്കുള്ള അവർക്കൊക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോ ബേസിക്കലി ദിസ് വീഡിയോ ഈസ് അബൌട്ട് ഓക്കെ ദി dark energy, dark matter metaphor. So dark energy signifies the expanding force, dark matter signifies the contracting force of the pullback forces. The equilibrium will decide
how a microservice will look like. പിന്നെ we talked about Conway's law. Conway's law as per ഈ ഒരു കൺവേഴ്സ് കോൺവേഴ്സ് ലോ അല്ലെങ്കിൽ റിവേഴ്സിംഗ് ദ കോൺവേഴ്സ് ലോ നടക്കുന്നത് IT ഡ്രൈവർ ആയിട്ടുള്ള സ്ഥലത്താണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ കോൺവേഴ്സ് ലോ അവിടെ ഉണ്ടാവും. അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിസൈൻഡ് ഇപ്പൊ സ്കെയിൽ ക്യൂബിൽ അവർ ഫംഗ്ഷണൽ ഡീകമ്പോസിഷനിൽ DDD ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി ഞാൻ കുറെ മൈക്രോ സർവീസസ് പ്രോജക്ട്സ് വർക്ക് ചെയ്യുന്നത് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെയാണോ അതുള്ളത് ഒരു നല്ല ബജറ്ററി റാമിഫിക്കേഷൻ ഉള്ളത് ടോക്കണുമായിട്ട് സ്പോൺസർ ചെയ്യുന്നത്. I hope this video was useful. നന്ദി, നമസ്കാരം.